സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത് ഷെയ്ൻ നിഗത്തിൻ്റെ ഏറ്റവും പുതിയ മൂവി ബൾട്ടി, ആ സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ ഒരു സിനിമ ബൾട്ടി ഷെയ്ൻ നിഗത്തിൻ്റെ 25th ഫിലിമായിട്ടാണ് ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഡയറക്ടർ നോക്കുകയാണെങ്കിൽ പുതുമുഖമാണ്. ഈ സിനിമയുടെ തിരക്കഥയും അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ണി ശിവലിംഗം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ബൾട്ടി. ഈ സിനിമയിൽ ഷെയ്ൻ നിഗത്തിനെ കൂടാതെ പിന്നെ പ്രധാന ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ശാന്തനു ഭാഗ്യരാജ് നമുക്കെല്ലാവർക്കും അറിയാം, തമിഴ് ആക്ടർ ഭാഗ്യരാജിൻ്റെ അതുപോലെ പൂർണിമ ഭാഗ്യരാജിൻ്റെ മകനാണ് അദ്ദേഹം. ഇതിനു മുമ്പ് മലയാളത്തിൽ ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ കൂടെ ഏഞ്ചൽ ജോൺ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പം അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 14 വർഷത്തിന് ശേഷമാണ് ശാന്തനു ഒരു മലയാളം സിനിമയിൽ അഭിനയിക്കുന്നത്. അതുകൂടാതെ പിന്നെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് സെൽവരാഘവൻ, ധനുഷിൻ്റെ ചേട്ടൻ ആണ് ഒരു പ്രധാന ക്യാരക്ടറിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ പ്രേമം ഡയറക്ടർ അൽഫോൺസ് പുത്രൻ ഈ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പൂർണിമ ഇന്ദ്രജിത്ത്, പ്രീതി എസ് റാണിയാണ് ഇതിൽ ഫീമെയിൽ ലീഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയിൽ ബാക്കി പ്രധാന ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് സായ അഭ്യാങ്കർ. അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് സന്തോഷും വിക്കിയും ചേർന്നിട്ടാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു കഥ നടക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു സ്ഥലത്താണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്, ഇത് ഒരു സ്പോർട്സ് ആക്ഷൻ അങ്ങനെ ഒരു ജനറിൽ പെടുന്ന ഒരു പടം കൂടിയാണ്. കബഡി അതിന് ഭയങ്കര ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു കുറേ സീക്വൻസുകൾ, കബഡി കോമ്പറ്റീഷൻസും അങ്ങനെ ക്ലബ്ബുകൾ തമ്മിലുള്ള കുറേ ഗെയിംസും അങ്ങനത്തെ ഒക്കെ കുറേ സീൻസുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ ഈ ഒരു പടം തുടങ്ങുന്നത് വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സീനിലാണ് ഈ പടം തുടങ്ങുന്നത്. അതിനുശേഷം ആ ഒരു സീനിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളൊരു ഫ്ലാഷ് ബാക്കാണ് ഈ പടം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഒരു കൺക്ലൂഡ് ചെയ്യണ പോലെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു 4 കൂട്ടുകാരുടെ ഒരു കഥയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു റിലേഷൻഷിപ്സും അവർ ക്ലബ്ബുകളായിട്ട് കബഡി കളിക്കാൻ പോണതും അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും തല്ലുകൂട്ടങ്ങളും അങ്ങനത്തെ രീതിയിലാണ് ആ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനുശേഷം ഈ വട്ടിപ്പലിശക്കാരായിട്ടുള്ള കുറേ ലോക്കൽ ഗാങ് വാസ് ഉണ്ട്. അപ്പോൾ അവരും ഇതുപോലെ കബഡി ക്ലബ്ബുകളുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ ഇവർ ചെന്ന് പെടുന്നതും പിന്നെ അതിൽ കൂടെ ഉണ്ടാവണ കുറേ ഇഷ്യൂസാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക്, അതിലൊരു പാട്ട് വളരെ ഹിറ്റായിട്ട് ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടൊക്കെയാണ് ഇതിൽ ഉള്ളത്. അതുപോലെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു BGM അതും നല്ല രീതിയിൽ ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയാവുന്ന പെർഫോമൻസ് പറയുന്നത് ഡെഫിനറ്റ്ലി ഷെയ്ൻ നിഗത്തിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് ഈ സിനിമയിൽ. അത് നല്ല രീതിയിൽ ഷെയ്ൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാവുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് സെൽവരാഘവൻ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വളരെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു ഭാവങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടറും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, പൂർണിമ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഒരു ക്യാരക്ടറാണ്. അതും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ ശാന്തനു ഭാഗ്യരാജ്, അദ്ദേഹവും ഒരു 10-14 വർഷം കഴിഞ്ഞിട്ട് ചെയ്യണ ഒരു മലയാളം സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നല്ല രീതിയിൽ ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു സ്പോർട്സ് ആക്ഷൻ മൂവി എന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ ഈ സിനിമേനെ കാണുമ്പോൾ നമുക്കിത് എൻജോയ് ചെയ്തിട്ട് കാണാനുള്ള എല്ലാ ഫാക്ടേഴ്സും ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു സോ മച്ച്.